പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. തോമസ് അച്ഛനാണ്. സ്നേഹത്തെക്കുറിച്ചുള്ള 5ാമത്തെ സന്ദേശമാണ്. പ്രിയ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സകലരുമേ, ഹൃദയത്തെ കേന്ദ്രീകരിച്ച് പരിശുദ്ധ പിതാക്കന്മാരുടെ ചാക്രിക ലേഖനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ 1ാമത്തെ സന്ദേശം നമ്മൾ ശ്രവിച്ചു. എന്തുകൊണ്ടാണ് മുഴുവനായിട്ടും നമ്മൾ വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ സാധിക്കാത്തതെന്നുള്ള എറിക് എറിക്സൻ്റെ സന്ദേശം 2ാമതായിട്ട് നമ്മൾ ശ്രവിച്ചു. കാൾ യൂങ്ങിൻ്റെ എന്താണ് സ്നേഹം, എന്താണ് അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ അടുപ്പം എന്നുള്ള 3ാമത്തെ സന്ദേശം നമ്മൾ കേട്ടു. 4ാമത്തെ സന്ദേശം ഹെവൻലി ലവും എർത്തിലി ലവും, സ്വർഗീയ സ്നേഹവും ഭൂമിയിലെ മാനുഷിക സ്നേഹത്തിൻ്റെ വ്യത്യാസങ്ങൾ, യഥാർത്ഥ സ്നേഹത്തിലേക്ക് എങ്ങനെ വളരാമെന്നുള്ള ആ വലിയ സന്ദേശം സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ നമ്മൾ കേട്ടു. ഇന്ന് ഗ്രീക്ക് ചിന്ത അനുസരിച്ച് 3 സ്നേഹത്തെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങളുണ്ട്. അഗാപ്പെ, നിസ്വാർത്ഥ സ്നേഹം; ഫീലിയ, സുഹൃത്ത് സ്നേഹം അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടുള്ള സ്നേഹം; എറോസ്, നമ്മളുടെ യുവതീയുവാക്കൾ, പ്രണയിനികൾ തമ്മിലുള്ള സ്നേഹം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15, 16, 17 വാക്യങ്ങളിൽ വിശുദ്ധ പത്രോസിനെ ഈശോ തൻ്റെ സന്ദേശം, തൻ്റെ ദൗത്യം ഏൽപ്പിക്കുമ്പോൾ, സഭയെ ഏൽപ്പിക്കുമ്പോൾ ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. 15, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുണ്ടല്ലോ, എൻ്റെ ആടുകളെ മേയ്ക്കുക. 16 വാക്യം വീണ്ടും ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ശിമിയോൻ പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുണ്ടല്ലോ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. 17-ാം വാക്യം 3-ാം പ്രാവശ്യം ചോദിച്ചു, യോനായുടെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? ശിമിയോൻ പത്രോസിന് വളരെ വിഷമം തോന്നി. കർത്താവേ, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത്. യേശു പറഞ്ഞു, നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇവിടെ യേശു പറയുന്ന സ്നേഹം എന്താണ്? അഗാപ്പയാണ്. ദൈവസ്നേഹം, നിസ്വാർത്ഥ സ്നേഹം, അതാണ് അഗാപ്പെ. ഒരു കുഞ്ഞിന് അമ്മയോട് തോന്നുന്ന സ്നേഹം, അല്ലെങ്കിൽ അമ്മയ്ക്ക് കുഞ്ഞിനോട് തോന്നുന്ന സ്നേഹം നിസ്വാർത്ഥമാണ്, ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ദൈവസ്നേഹം, ദൈവം നമ്മളിൽ നിന്ന് വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നത്, നമ്മളെ സ്നേഹിക്കുക, ദൈവത്തിന് അത്രമാത്രമേ നമ്മളോട് ആഗ്രഹമുള്ളൂ. അതാണ് അഗാപ്പെ. ഇതാണ് പത്രോസിനോട് യേശു ചോദിക്കുന്നത്. പത്രോസ് എന്താ പറയണെന്നാ? പത്രോസ് പറയുന്നത് ഫീലിയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അത് പരസ്പര സ്നേഹത്തെക്കുറിച്ചാണ് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സുഹൃത്തുക്കളിൽ പരസ്പരം സ്നേഹിക്കുന്നു, പരസ്പരം പങ്കുവയ്ക്കുന്നു, പരസ്പരം ആശ്രയിക്കുന്നു, അതാണ് ഫീലിയ. ഈ സ്നേഹത്തെക്കുറിച്ചാണ് പത്രോസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ? നീ എന്നെ സ്നേഹിക്കുന്നു. കാരണം പത്രോസിനെ ഏൽപ്പിക്കാൻ പോകുന്നത് സഭയുടെ മുഴുവൻ ദൗത്യമാണ്. കർത്താവേ, നീ എല്ലാം അറിയുന്നില്ലേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും കർത്താവ് പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 17-ാം വാക്യം, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. ഇനിയൊരു സ്നേഹമുണ്ട്, ഈറോസ്. നമ്മുടെ പ്രണയിനികൾ, അതായത് നമ്മുടെ കൗമാരം കഴിയുമ്പോൾ തുടങ്ങുന്ന ഒരു സ്നേഹം, പരസ്പര ആകർഷണം. അത് ഫിസിക്കൽ റിലേഷൻ ആകാം, അല്ലെങ്കിൽ ആഴത്തിനുള്ള സ്നേഹമാവാം. അതിൽ ഈ അഗാപ്പയും ഫീലിയ ഒന്നുമില്ല, എന്നാൽ എല്ലാം ഉണ്ട് താൻ. എന്നാൽ മിഴിച്ചു നിൽക്കുന്നത്, ഏറ്റവും കൂടുതലായി നിൽക്കുന്നത് അവരുടെ പരസ്പര ആകർഷണത്താലുള്ള സ്നേഹമാണ്. ഗ്രീക്ക് ചിന്തയനുസരിച്ച് ഈ 3 സ്നേഹവും നമുക്ക് വേണം. എന്നാൽ സർവോപരിയായിട്ട് നിലനിൽക്കേണ്ടത് അഗാപ്പയാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സ്നേഹിക്കുന്നത് പോലെ നിസ്വാർത്ഥ സ്നേഹത്തിലേക്ക് നമ്മൾ വളരണം. അങ്ങനെ നിസ്വാർത്ഥ സ്നേഹത്തിലേക്ക്, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ സ്നേഹത്തിൽ വളരുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവും? അവിടെ ഫീലിയ ഉണ്ടാവും, പരസ്പര സ്നേഹവും പരസ്പര പങ്കുവയ്ക്കലും പരസ്പര ആശ്രയത്വബോധവും ഉണ്ടാവും. ഒപ്പം എന്തുണ്ടാവും? പരസ്പര ഈറോസ് എന്ന പരസ്പര ആകർഷണീയതയും ഉണ്ടാവും. ഇതിനെല്ലാത്തിലും ഒരു യാഥാർത്ഥ്യത്തിൻ്റെ, ഒരു സത്യത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ മുഖച്ഛായ ഉണ്ടാവും. നമുക്കും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അഗാപ്പെ എന്ന വലിയ സ്നേഹത്തിലേക്ക് വളരാനായിട്ട്, ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്കും പരസ്പരം സ്നേഹിക്കാനായിട്ട് സർവേശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം, പിതാവും
പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.